ഹലോ ഗായ്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം അജു ആൻഡ് വെൽക്കം ടു മല്ലൂറിക്ക ഫാമിംഗ് ലൈഫ് ഇൻ അനദർ വേൾഡ് എപ്പിസോഡ് 2. ഇതിൻ്റെ മുമ്പത്തെ എപ്പിസോഡെല്ലാം ഞാൻ പ്ലേ ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് അതിലൂടെ കാണാവുന്നതാണ്. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞങ്ങളെ ലൈക്ക് ആൻഡ് കമൻസിലൂടെ അറിയിക്കാവുന്നതാണ്. അപ്പം എങ്ങനെയാ, തുടങ്ങല്ലേ? കഥയുടെ തുടക്കത്തിൽ ദൈവത്തെയാണ് കാണിക്കുന്നത്. ഗോഡാണെങ്കിൽ ഹീറോനെ കുറിച്ചാണ് ഓർക്കുന്നത്. എന്നാൽ അവർ ചെയ്ത തെറ്റുകൊണ്ടാണല്ലോ ഹീറോ കഷ്ടപ്പെടേണ്ടി വന്നത്. ആ തെറ്റ് തിരുത്താൻ വേണ്ടിയാണ് അവന് മറ്റൊരു ലൈഫ് കൊടുത്തത്. അല്ല, ഞാൻ വീണ്ടും തെറ്റ് ചെയ്തിരിക്കുന്നു. മോൺസ്റ്റേഴ്സും ഡീമൺസും വാഴുന്ന കാട്ടിൽ അവനെ ഒറ്റയ്ക്കയക്കാൻ പാടില്ലായിരുന്നു. ഇനി എന്തായാലും മരിച്ച ശേഷം അവൻ ഇവിടെ തന്നെയല്ലേ വരണ്ടേ, അപ്പ കാണാം. എന്നാൽ ഇവിടെ നമ്മുടെ ഹീറോ ആഗ്രഹിച്ച പോലെ തക്കാളി, ഉള്ളി, ചീര ഇവയെല്ലാം ഉണ്ടായിട്ടുണ്ട്. തുടക്കത്തിൽ എനിക്ക് പേടിയുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് ഇത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് ഞാൻ പഠിച്ചു. എങ്ങനെയെന്നാൽ തക്കാളി വരണം എന്നും പറഞ്ഞ് എന്ത് മണ്ടത്തരം പോലെ ചെയ്താലും അവൻ ആഗ്രഹിച്ച പോലെ അത് വളരും. അതാണ് ഇതിന്റെ പവർ. ഈ ചെടി സോയാബീൻ ആണെന്ന് തോന്നുന്നു. ഓൾമൈറ്റി ടൂൾ ഉപയോഗിച്ച് വളരുന്ന എല്ലാ ചെടികളും വളരെ പെട്ടെന്ന് തന്നെ വളരും. എന്നാൽ നട്ട് ഒരാഴ്ചയിൽ എൻ്റെ അത്രയും വളർന്നു. രണ്ടാമത്തെ ആഴ്ചയിൽ തന്നെ ഉപയോഗിക്കാൻ പറ്റി. ഇതിനെല്ലാം കാരണം ഓൾമൈറ്റി ടൂളാണെന്നും പറഞ്ഞ് നമ്മുടെ ഹീറോ ഉരുളക്കിഴങ്ങ് നോക്കിയതും പച്ച കളറിരിക്കുന്നു. ഇതുപോലെ പച്ച കളർ വരാതിരിക്കാൻ അതിനു മുകളിൽ ചെറുതായി മണ്ണിട്ടാൽ മതി. എന്തെന്നാൽ കഴിഞ്ഞ ജന്മത്തിൽ ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു. എനിക്ക് തോന്നുന്നു കർഷകരെല്ലാം അവരുടെ മിസ്റ്റേക്കിൽ നിന്നാണ് എല്ലാം പഠിക്കുന്നത്. എന്തായാലും ഞാൻ ഇവിടെ ഇങ്ങനെയൊരു ജീവിതം ജീവിക്കുന്നതിന് കാരണം ദൈവം തന്നെയാണ്. അതുകൊണ്ട് രണ്ട് ദൈവങ്ങൾക്കും ഞാനൊരു ശില്പം ഉണ്ടാക്കി. ബട്ട് എന്തെന്നാൽ ഞാൻ ഇതുവരെ ഫാമിങ്ങിന്റെ ദൈവത്തെ കണ്ടിട്ടില്ല. അതിനുശേഷം ഹിറാക്കു കിട്ടിയ മൊയിലിനെയും പച്ചക്കറിയും വെച്ച് ഫുഡ് ഉണ്ടാക്കുമ്പോൾ കുഴപ്പമില്ല, നാച്ചുറൽ ആയതുകൊണ്ട് നല്ലതാണ്. എന്നേക്കാൾ ഇവർക്കാണ് ഈ ഫുഡ് നന്നായി ഇഷ്ടപ്പെടുന്നു തോന്നുന്നു എന്നും പറഞ്ഞ് അവരെ നോക്കിയതും അവരും അതിനനുസരിച്ച് തലയാട്ടുന്നു. ശരി, ഇന്നെന്തെങ്കിലും പുതിയത് നോക്കാം എന്നും പറഞ്ഞ് ഹിറാക്കു വേലിക്ക് പുറത്ത് ആപ്പിൾ, ഓറഞ്ച് എന്നും പറഞ്ഞ് മരങ്ങളുടെ പേര് പറഞ്ഞ് കുഴി കുത്താൻ തുടങ്ങി. അത് വളരാൻ കാലങ്ങളാവും. അങ്ങനെ കാലങ്ങൾ കടന്നുപോയി. നമ്മുടെ ഹീറാക്കു ടൈം പാസിന് വേണ്ടി നായകൾക്കൊപ്പം കളിക്കാൻ തുടങ്ങി. നിങ്ങളവിടെ ഇല്ലെങ്കിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയേനെ. ഇതെന്താ കൊമ്പ്? ഓ, ഈ ലോകത്തെ നായകൾക്കൊക്കെ കൊമ്പൊക്കെ ഉണ്ടോ? ഇവരൊക്കെ അവരുടെ അവസരത്തിന് വേണ്ടി വെയിറ്റിംഗ് ആണോ? ഇവരുള്ളത് കൊണ്ട് എനിക്ക് എവിടെ വേണമെങ്കിലും പോയിട്ട് തിരിച്ചു വരാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ദിവസം നദി കണ്ടെത്തി. ഇനി വഴി വെട്ടേണ്ടതാണ്. എന്നാൽ ഹിറാക്കു നദിയിലെത്താൻ 30 മിനിറ്റ് നടക്കണം. പെട്ടെന്ന് ഒരവസരത്തിന് എന്നാൽ എന്താ ചെയ്യുക? അതുകൊണ്ട് ഇവിടെയും ഒന്ന് നിർമ്മിച്ചു. അതിനുശേഷം ഹിറാക്കു ഓൾമൈറ്റി ടൂൾ ഒരു വണ്ടിയാക്കി തള്ളിക്കൊണ്ട് നടന്നു. ഇത് ഉപയോഗിക്കുമ്പോൾ ഒരിക്കലും ക്ഷീണം തോന്നില്ല. ഇത് കുറച്ചും കൂടി വേഗത്തിൽ വേണമെന്ന് പറഞ്ഞു പോയതും കല്ല് തട്ടി താഴെ വീണു. ഈ റോഡ് ശരിയാക്കുന്നത് എനിക്ക് നല്ലത്. ശേഷം വീട്ടിലെത്തിയ ഹിറാക്കു ഫാമിങ്ങിന്റെ സ്ഥലം കൂട്ടാൻ തുടങ്ങി. എന്തെന്നാൽ ഓയിൽ പ്ലാന്റ് മുതൽ ഗോതമ്പ് വരെ പ്ലാൻ ചെയ്യുന്നതിന് വേണ്ടി. ഇതിനിടയിൽ സോയാബീൻ നോക്കാത്തതുകൊണ്ട് ഉണങ്ങിപ്പോയി. ഇതുകൂടാതെ എനിക്ക് ഉപ്പാണ് വേണ്ടത്. ഈ കാട്ടിൽ ഉപ്പിന് വേണ്ടി ഞാൻ എവിടെ പോവാനാണ്? അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം വിന്റർ സീസൺ വരാൻ ആരംഭിച്ചു. നമ്മുടെ ഹീറോയും ഒടുക്കത്തെ തണുപ്പാണ്. ഞാൻ എന്തെങ്കിലും ചെയ്യണം. അകലെ മലകളിലെല്ലാം മഞ്ഞ് വീണു തുടങ്ങി. ഞാൻ ഇനി മുയലിനെ അടിച്ച് അതിന്റെ രോമമെല്ലാം എടുത്താലോ? ഓ വേണ്ട, ഒടുക്കത്തെ സ്മെല്ലായിരിക്കും അതിന്. ഇനി ഒരേ ഒരു വഴിയുള്ളൂ, വീട്ടിനുള്ളിൽ തീ കൂട്ടാം. അങ്ങനെ പിറുപിറുത്ത് ഉള്ള പച്ചക്കറിയെല്ലാം എടുത്ത് തിരിച്ചു നടന്നതും നമ്മുടെ നായ്ക്കളെല്ലാം കുരയ്ക്കാൻ തുടങ്ങി. ഇതെന്താ സംഭവം? പുറത്തു വന്ന് നോക്കിയതും ഇതെന്താ തലോണയ്ക്ക് കാല് മുളച്ച? ഓ, എട്ടുകാലിയാണോ അത്? ഇത് കണ്ട എട്ടുകാലി ഒരു കർച്ചീഫ് ഉണ്ടാക്കി കൊടുത്തതും ഹിറാക്കു ഇത് കണ്ട് അത്ഭുതത്തോടെ നോക്കി. വാവ്, ഇതിൽ എട്ടുകാലി ലോഗോ വരെ വെച്ചിട്ടുണ്ട്. അടിപൊളി. അതിനുശേഷം എട്ടുകാലി വലിയ മരത്തിൽ തന്നെ താമസിക്കാൻ തുടങ്ങി. ഉരുളക്കിഴങ്ങാണ് ആശാന്റെ പ്രധാന ഫുഡ്. ആശാന് കർച്ചീഫ് മാത്രമല്ല ഡ്രസ് ഉണ്ടാക്കാനും അറിയാം. അതുകൊണ്ട് തന്നെ ഈ തണുപ്പിനെ എനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. എന്നാലും ഇത് മതിയാവില്ല. അങ്ങനെ നമ്മുടെ ഹീറോ ഉരുളക്കിഴങ്ങ് കൊടുത്ത് വേണ്ടതെല്ലാം വാങ്ങിച്ചു. ഇപ്പോഴാണ് വീടായി മാറിയത്. ഇതിനുശേഷം നമുക്ക് എട്ടുകാലിയെ സാബിട്ടോ എന്ന് വിളിക്കാം. കാരണം കാണാൻ തലോണയെ പോലെയില്ലേ. ഇതിനുശേഷം മഞ്ഞ് വീഴാൻ തുടങ്ങി. നമ്മുടെ ഹീറോ വീട്ടിൽ ഉരുളക്കിഴങ്ങ് ചുട്ട് കഴിച്ചുകൊണ്ടിരുന്നു. ഭക്ഷണം കഴിക്കാനുള്ളതുണ്ട്. എന്നാൽ ഇങ്ങനെ ഇരുന്നാൽ ഞാൻ സിംഗിൾ പസംഗയാവുമെന്ന് തോന്നുന്നു. എന്നാലും ഇവിടെ ജീവിക്കുന്നതിൽ ഞാൻ ഹാപ്പിയാണ്. എന്താ, കുറച്ച് ഉപ്പ് കിട്ടിയാൽ നന്നായിരുന്നു. അതിനുശേഷം മാസങ്ങൾ കടന്നുപോയി. സ്പ്രിങ് വന്നു. അങ്ങനെ ഒരു ദിവസം ഭക്ഷണം ഉണ്ടാകുമ്പോൾ നമ്മുടെ നായ്ക്കുട്ടികളെല്ലാം വളർന്ന് എല്ലാവരും കാട്ടിലേക്ക് പോകാൻ തുടങ്ങി. അവർ വളർന്നു വലുതായി എനിക്ക് സന്തോഷമുണ്ടെങ്കിലും സങ്കടവുമുണ്ട്. ബട്ട് അവരുടെ ജീവിതമാണ്. ഇങ്ങനെ ഞാൻ ഓരോന്ന് ആലോചിച്ചിരിക്കുന്നത് പെട്ടെന്ന് പോയ ടീമെല്ലാം 2 ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്നു. വെറുതെയല്ല, പോയ എല്ലാവരും ജോഡിയായിട്ടാണ് തിരിച്ചു വന്നത്. എല്ലാവരും ജോഡിയെ കണ്ടെത്താൻ വേണ്ടിയാണ് പോയതെന്ന് എനിക്കെന്നാണ് മനസ്സിലായത്. ഇവൻ എവിടെയോ അടിയുണ്ടാക്കിയിട്ടാണ് ഇവളെ മയക്കിയത്. അതിനുശേഷം സാബുട്ടോ അതിന്റെ കുട്ടികളെ കാണിക്കുന്നു. ഇപ്പോഴാണ് നമ്മുടെ ഹിറാക്കുവിന് മനസ്സിലായത് സാബുട്ടോ ഒരു പെണ്ണാണെന്ന്. ഇവരെയൊക്കെ കാണുമ്പോൾ എനിക്ക് കുശുമ്പുണ്ട്, എന്നാലും കുഴപ്പമില്ല എന്നും പറഞ്ഞ് തന്റെ ജോലി ചെയ്യുന്നു. പെട്ടെന്ന് സാബുട്ടോ അപകട ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങി. ഹിറാക്കുവിന് മനസ്സിലായി നമ്മളെ നോക്കി എന്തോ അപകടം വരുന്നുണ്ട്. ഇവിടെ വന്ന് അതെന്താ പ്രശ്നമെന്ന് നോക്കിയതും ഒരു സുന്ദരി പെൺകൊച്ച്. എന്താണത്? ഇതിനൊക്കെയാണോ അപകടമെന്ന് പറഞ്ഞ് പേടിപ്പിച്ചത്? എന്നാലും ഈ ചെറിയ കുട്ടി എങ്ങനെ ഇവിടെ വന്നു? അതാണ് പ്രശ്നം. പെട്ടെന്ന് ഇവരെ അറ്റാക്ക് മോഡിലേക്ക് മാറിയതും ആ പെൺകൊച്ചാണെങ്കിൽ പ്ലീസ്
എന്നെ രക്ഷിക്ക്. ഇവൾ പറയുന്നത് എങ്ങനെയാ എനിക്ക് മനസ്സിലാവുന്നത്? അങ്ങനെ ഹീറാക്കു അവൾക്ക് ഡ്രസ്സ് എടുത്തു കൊടുക്കാൻ അരികിലേക്ക് വന്നതും അവൾ ഇതാണ് ചാൻസ് എന്നും പറഞ്ഞ് ഹീറോന്റെ കഴുത്തിലൊരു കടി. രക്തം കുടിച്ച് വലിയ പെൺകുട്ടിയായി മാറിയ അവൾ എന്നെ രക്ഷിച്ചതിന് വളരെ നന്ദി. അയ്യോ, ഇവള് പെണ്ണല്ല, മോൺസ്റ്റർ ആണ് എന്നാലോചിക്കാൻ തുടങ്ങിയതും ബാക്കി കുറോയും ടീമും അവളെ എടുത്ത് അടിച്ച് പരട്ടിയെടുത്തു. അതിനുശേഷം പവറെല്ലാം പോയി വീണ്ടും പഴയ പോലെ ആയതും നീ എന്തിനാ എന്നെ അറ്റാക്ക് ചെയ്തത്? ഞാനൊന്നും ശത്രുവല്ല, എനിക്ക് രക്തം ആവശ്യമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ എന്റെ കാര്യം നോക്കിയതാണ്. ഇവരാണ് എന്നെ വളഞ്ഞത്. ഇത് കേട്ട ഹീറോ അവരെന്തിനാ നിന്നെ വളഞ്ഞത് എന്നും ചോദിച്ചതും അത് പിന്നെ ഇതിലെ ഒന്നിനെ അടിച്ചോണ്ട് പോകാൻ നോക്കി. ഓ, അപ്പൊ നീയാണ് ഫസ്റ്റ് തുടങ്ങി വെച്ചത്. നീ ഭയങ്കര വീക്കായിട്ട് തോന്നുന്നുണ്ട്. നിനക്ക് വേണമെങ്കിൽ എന്റെ രക്തം കുടിച്ച് പഴയതുപോലെ മാറിക്കോ. അതിനുശേഷം അവൾ രക്തം കുടിച്ച് വാവ്, ഇത്രയും നല്ല രക്തം ഞാൻ ഇതുവരെയും കുടിച്ചിട്ടില്ല. നിന്റെ ശരീരം നല്ല ആരോഗ്യവാനെ പോലെയുണ്ട്. ഇതിനിടയിൽ നമ്മുടെ ഹീറോ ലാസ്റ്റ് ടൈമിൽ കണ്ടതിനേക്കാളും ചെറിയ കുട്ടിയായിരിക്കുന്നു. നീയും വേണമെങ്കിൽ കുടിച്ചോ, എനിക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞ് രക്തമെടുക്കുന്നതും പിന്നീട് ഹീറോയിന്റെ ഫാമിംഗ് സ്ഥലമാണ് കാണിക്കുന്നത്. ഇവൾക്കാണെങ്കിൽ അത് കണ്ട് ഭയങ്കര സന്തോഷം. വാവ്, ഇവിടെയുള്ളതെല്ലാം നിന്റെയാണോ? അതോ ഇതെന്താ ചുമല കളർ? അതിന്റെ പേര് തക്കാളി എന്നും പറഞ്ഞ് അത് മുറിക്കാൻ പോയിട്ടും ഇതിനു മുമ്പ് ഞാൻ ഇതുവരെ കേട്ടിട്ട് പോലുമില്ല. ഓ, അങ്ങനെയാണോ? എന്നാ ഇതൊന്ന് കഴിച്ചു നോക്ക്. ശരിയെന്ന് പറഞ്ഞ് അതൊന്ന് കടിച്ചു നോക്കിയതും അവൾക്കത് വളരെ ഇഷ്ടമായി. അങ്ങനെ ഹീറോ അവളെ നോക്കിയിരിക്കുന്നതും ഓക്കെ വേറെ ചെടികളും കാണിച്ച് അതേതാ എന്ന് ചോദിച്ചതും ഇതിനെന്താ വായ എന്നും പറഞ്ഞ ഹീറോ എല്ലാ സ്ഥലവും കാണിച്ചു കൊടുക്കുന്നു. അങ്ങനെ വൈകുന്നേരമായി. അതിനുശേഷം വീട്ടിൽ ഒരു ദിവസം കൊണ്ട് ഞാൻ ഇത്രയും കാര്യങ്ങൾ അറിയുമെന്ന് കരുതിയില്ല എന്ന് പറഞ്ഞവൾ നോട്ടിൽ എഴുതുമ്പോൾ ഇടുകണ്ട ഇറാക്കു. ഓ, ഈ ലോകം ഇങ്ങനെയാണ്, അത് ഞാൻ മറന്നു. ഉള്ള പേര് ലുലു. അത് കൂടാതെ അവള് വാമ്പയർ കൂട്ടത്തിലുള്ളതാണ്. ഇവൾ ഓൾറെഡി എന്റെ രക്തം കുടിച്ചുകൊണ്ട് ഇനി അതിൽ പ്രസക്തിയില്ല. ഇവളിവിടെ കാട്ടിൽ വന്നത് മെഡിക്കൽ പ്ലാന്റ് റിസർച്ചിന് വേണ്ടിയാണ്. ഈ കാട്ടിൽ വരാൻ കാരണം ഇവളുടെ റിസർച്ച് ആരോ അടിച്ചു മാറ്റാൻ നോക്കി. അവരുമായി അടിയുണ്ടാക്കി രക്ഷപ്പെട്ടാണ് ഇവിടെ എത്തിയത്. അവരെന്നെ അന്വേഷിക്കുന്നുണ്ട്, ബട്ട് കിട്ടിയില്ല. ഇവിടെ വന്നതും ഇതെല്ലാം റീസർച്ച് ചെയ്യാൻ എത്ര ദിവസം എടുക്കും എന്നെനിക്കറിയില്ല. എന്നാൽ അത്രയും ഉണ്ട് ഇവിടെ. മാത്രമല്ല ഇത്രയും അപകടകരമായ സ്ഥലത്ത് നീ എങ്ങനെ സർവൈവ് ചെയ്യുന്നു? നീ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല, തെളിച്ചു പറ. അതിവിടെ നീ കാലത്ത് മാജിക് ഉപയോഗിച്ച് ഒന്ന് കൊണ്ടുവന്നില്ലേ, അതിനെ കുറിച്ചാണോ? ഞാൻ ആദ്യമായിട്ട് അങ്ങനെ ഒന്ന് കാണുന്നത്. ഞാൻ കുറെ വർഷമായി ജീവിക്കുന്നു, ഇനിയും ഞാൻ അറിയേണ്ട കാര്യങ്ങൾ കുറെ ഉണ്ട്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു നമ്മുടെ ഹീറോയുടെ മനസ്സിൽ ഇവിടെ വിധിയാണ് ഞങ്ങൾ രണ്ടുപേരെയും ഒന്നിപ്പിക്കുന്നത്. ഹേയ്, നീ എവിടെയാണോ താമസിക്കുന്നത്? നിനക്ക് കുഴപ്പമൊന്നുമില്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇവിടെ വന്നോട്ടെ. ലുലു, നീ എന്റെ കൂടെ ഇരിക്കുന്നു. എന്ത്, എന്റെ റീസർച്ച് കഴിയുന്നവരെ ഇവിടെ ഇരിക്കണം എന്നാണോ? അല്ല, ലൈഫ് ലോങ് എന്റെ കൂടെ ഉണ്ടാകും. ഇത് കേട്ട് ഷോക്കായതും എനിക്ക് കിട്ടിയ അവസരം ഞാൻ ഒരിക്കലും പാഴാക്കില്ല. ഇല്ല, എന്നെ തേടി കുറെ ആളുകൾ വരും, എനിക്ക് പ്രശ്നമല്ല. ഞാൻ വാമ്പയർ ആണ്, എനിക്ക് പ്രശ്നമല്ല. ഇത് എനിക്ക് തന്നെ ആശ്ചര്യമാണ്. ഞാൻ ആളുകളുമായി അത്ര അടുപ്പമില്ല. ഇവിടെ കാട്ടിൽ വന്നത് തന്നെ ശാന്തമായി ജീവിക്കാൻ വേണ്ടിയാണ്. ഒറ്റയ്ക്ക് ജീവിക്കാൻ എത്ര വർഷം സാധിക്കും എനിക്കറിയില്ല. ഓക്കെ, ബട്ട് നമ്മളിപ്പോഴല്ലേ കണ്ടത്? നമ്മളെ കുറിച്ചറിയാതെ നമ്മളെങ്ങനെയാ? കുഴപ്പമില്ല, ഇങ്ങനെയൊക്കെയല്ലേ എല്ലാവരും പരസ്പരം അറിയുന്നത്. എന്നാലും ഇത്ര പെട്ടെന്ന് നീ എന്നോട് പ്രപ്പോസ് ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല. പ്രപ്പോസാ? നമ്മൾ രണ്ടുപേരും ഒന്നായിരിക്കണം എന്നല്ലേ നീ പറഞ്ഞത്? അത് തനിച്ചിരിക്കുന്നത് വെറുത്തു, അതാ. ഒരു കൂട്ടിന് ദുഷ്ട ഒരുമിച്ച് ഒന്നായിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ ആലോചിച്ചിട്ട് അയ്യോ എന്നോട് ക്ഷമിക്കുന്നും പറഞ്ഞ് വീണതും ഇത് കണ്ടവൾ ക്ഷമിച്ച് ശരി വാ, ഞാൻ ഇവിടെ ഉണ്ടാവും. ഇത് കേൾക്കേണ്ട താമസം നമ്മുടെ ഹീറോ അവളെ കെട്ടിപ്പിടിച്ചതും നീ ഭയങ്കര സ്പീഡാണ്. ഇതിനുശേഷം അടുത്ത ദിവസം ഹീറോ ലുലുവിന് ഗുഡ് മോർണിംഗ് പറയുന്നതും ഹീറോ അവളെ നോക്കി നീ എന്താ ചെറുതായത്? എന്റെ രക്ഷയ്ക്ക് വേണ്ടി. അത് ഓക്കെ, അടുത്തത് എന്താ ചെയ്യാൻ പോകുന്നത്? മധുരക്കിഴങ്ങ് വെച്ചാലോ എന്ന് ആലോചിക്കുക. എന്തെന്നാൽ ഉണ്ടാക്കാനും കഴിക്കാനും എളുപ്പമാണ്. നമ്മളിവിടെ ആളുകൾ കൂടുതലാണ്. അതുകൂടാതെ ഈ ഗ്രാമത്തിൽ വന്ന ആദ്യത്തെ ആൾ നീയാണ്. എന്ത്, ഇത് ഗ്രാമമാണെന്നോ? സത്യം പറഞ്ഞാൽ ഗ്രാമമാക്കാനുള്ള പ്ലാനിങ് ആണ്. അങ്ങനെ അടുത്തുള്ള നായയെ നോക്കി ഇപ്പോഴാണ് ഓർത്തത് നീ ഈ ഗ്രാമത്തിലെ 30ാമത്തെ ആളാണ്. ഇത് കേട്ട അവൾ ചിരിച്ചുകൊണ്ട് അത് ശരി, ഇവിടെ മെഡിക്കൽ പ്ലാന്റ് വളർത്താൻ പറ്റും. ഇത് കേട്ട നമ്മുടെ ഹീറോ അതിനെന്താ, എന്നാ ഞാൻ ഒറിജിനൽ വിത്ത് കണ്ടെത്താം. ഹേയ്, നമുക്ക് വിത്തിന്റെ ഒന്നും ആവശ്യമില്ല. എന്ത്, വിത്ത് വേണ്ടെന്നോ എന്ന് ലുലു ചോദിക്കുന്നതും ഈ എപ്പിസോഡ് ഇവിടെ കഴിയുന്നു. അടുത്ത എപ്പിസോഡിൽ ലുലുവിനെ തേടി ആരൊക്കെയാണ് വരുന്നത്, ഇവർക്ക് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ബൈ ബൈ.